ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വെഡ്ഡിങ് സീരീസിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. പാർട്ട് 2 നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ രംഗോലി നൈറ്റിൻ്റെ ഫുൾ വിഷ്വൽ ട്രീറ്റ് ആണ് നമ്മൾ ഈ വീഡിയോ ഫുൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി രംഗോലി നൈറ്റ് കളറാക്കാൻ വേണ്ടിയിട്ട്, നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളേഴ്സൊക്കെ ഒന്ന് ഒരു താളത്തിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ രംഗോലി തീമിൽ തന്നെ നമ്മളൊരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ തീം വരുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു കേക്ക് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ പോപ്പർ കാര്യങ്ങളെല്ലാം കൂടി ഞങ്ങൾ പെൺപടകളെല്ലാം കൂടി സെറ്റ് ആക്കുമായിരുന്നു. പിന്നെ പുറത്ത് നമ്മുടെ പിള്ളേര് സെറ്റ് എല്ലാവരും കൂടി നമ്മുടെ വാട്ടർ ബലൂണ് നമ്മുടെ ബക്കറ്റ് കണക്കിന് നിറച്ച് ഫുള്ള് വെക്കുന്നുണ്ട്. വാട്ടർ ബലൂൺ പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുള്ള് രംഗോലി കളറാക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഈവനിങ് ഒരു 3 o'clock ഒക്കെ ആകാറാകാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി പതുക്കെ റെഡി ആവാനൊക്കെ ഉള്ള ഒരു പ്രിപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഔട്ട്ഫിറ്റ് പ്ലാൻ ചെയ്തിരുന്നത് വൈറ്റ് ടോപ്പ് ആൻഡ് പാൻറ്റും പിന്നെ ഒരേപോലത്തെ ഷോളുമാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു നിയർ ബൈ ഒരു ഷോപ്പിൽ നിന്ന് എല്ലാവർക്കും ഉള്ള ഷോൾ പർച്ചേസ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അറിയാലോ, കസിൻസ് എല്ലാവരും കൂടെ കൂടിയാൽ പിന്നെ എല്ലാ കണ്ണാടിയുടെ ഫ്രണ്ടിൽ 3-4 പേര് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ഫുൾ ഒരുക്കവും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ കുട്ടിപ്പട്ടാളംസൊക്കെ മുണ്ടും ഷർട്ടും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സീൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നതാണ് ഷോള്, അതുപോലെ ഒരു വലിയ ജിമിക്കി പോലെ വരുന്നൊരു കമ്മൽ, പിന്നെ ഞങ്ങളെല്ലാവരും കുപ്പിവളകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് എൻ്റെ മറ്റ് തൊട്ട് മുന്നേ ഇട്ട പാർട്ട് 1 വീഡിയോയിൽ നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമൊക്കെ കാണിച്ചില്ലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഇനിയും വരാനുണ്ട്. അപ്പം നമ്മൾ ആ ടൈമിൽ അവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ റെഡിയായിട്ട് വെയിറ്റ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോരുത്തരായിട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അപ്പ വന്നിട്ടുണ്ട്. അപ്പം എരുമേലിയിൽ നിന്നാണ് വന്നത്. അപ്പം എല്ലാവരുടെയും ഔട്ട്ഫിറ്റൊക്കെ കണ്ടിട്ട് അടിപൊളിയാണ്, കാര്യങ്ങൾ സെറ്റപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ടൈം ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമുക്ക് പാർട്ടിക്ക് നമ്മളൊരു ഡാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഓരോ സ്ഥലങ്ങളിലായതുകൊണ്ട് നമ്മൾ ആരും തന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പം 2 ദിവസം കൊണ്ട് നല്ല ടാസ്ക്കാണ്. 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഡാൻസ് എന്തായാലും പഠിച്ച് തീർക്കണം. അത് ഞങ്ങളുടെ മുന്നിലൊരു ടാസ്ക് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ കിട്ടിയ ടൈമൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഡാൻസിന് സ്റ്റെപ്പ് ഇടലും പഠിക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെയും ആ കിട്ടിയ ടൈമിൽ ഞങ്ങൾ ഡാൻസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മൾ പരിപാടി നമ്മുടെ രംഗോലി നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ ടിൽ എൻഡ് വരെ വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ, അതായത് ഈ വെഡ്ഡിങ് സീരീസ് ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. സോ എല്ലാവരും വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.
ഫസ്റ്റ് കുറേ ഡാൻസും പാട്ടും ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് മുമ്പ് നമ്മൾ ആ പോപ്പർ നമ്മുടെ ആ ക്രാക്കർ ഒന്ന് പൊട്ടിച്ചൊന്ന് കളറാക്കാൻ വിചാരിച്ചു. ആ കളറാക്കി കേക്ക് കട്ട് ചെയ്ത് വേണം നമുക്ക് നമ്മുടെ രംഗോലി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവമൊക്കെ അടിപൊളിയായിട്ട് ഫോട്ടോയിലും കിട്ടി, കളറുമായിരുന്നു. പക്ഷേ സാധനം കറക്റ്റായിട്ട് പൊട്ടിക്കാൻ അറിയാത്തവരുടെ കയ്യിലായിരുന്നു. അത് കാരണവും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് മഴ പെയ്താലോന്ന് ഓർത്ത് നമ്മൾ ഓപ്പൺ സ്റ്റേജ് പോലായിരുന്നു ചെയ്തിരുന്നത്. അപ്പം പെട്ടെന്ന് മഴ പെയ്താലെന്ന് മേലൊരു പടുത കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലേക്ക് പുകയെല്ലാം കൂടി തങ്ങിയിട്ട് എല്ലാവരും ചുമയ്ക്കാനും കണ്ണിലൊക്കെ നീരാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരത്തേക്ക് അവിടെ ഒരു എന്താണ് പറയുക, ഒരു പൂരപ്പറമ്പ് പോലെ ആയി. എല്ലാവരും ബഹളവും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പൊ ഏകദേശം ഒന്ന് ശാന്തമായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാം. കേക്ക് കട്ടിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ട് നടന്നു. ഇനി നമ്മുടെ മെയിൻ പ്രോസസ്സ്, നമ്മുടെ കളർ വാരി എറിയുന്ന രംഗോലി നൈറ്റ് കളർഫുൾ ആക്കുന്ന പരിപാടിയാണ് നെക്സ്റ്റ്. അപ്പൊ അതിന്റെ തുടക്കം ഇട്ടത് നമ്മുടെ ഇവാക്കുട്ടനാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്.
ആയി വന്നവനെ അണ്ണൻ വന്ന കുമ്പിട്ട് നില്ല് ഇരുട്ട് സിറ്റി വാഴും രാജാവുക്ക് ഇവരെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ച സ്വന്തം പോലും ഓരോ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഓരോ രക്ഷയിലായിരുന്നു. നല്ല കളർ പരിപാടിയായിരുന്നു. അടിപൊളി സെറ്റ് പരിപാടിയായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ പിന്നെ പിറ്റേന്ന് നമ്മൾ വെഡ്ഡിങ്ങിനും പാർട്ടി നൈറ്റിനും ഒക്കെ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ എനിക്ക് അങ്ങനെ വീഡിയോയും ഇതൊന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. സോ വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും ഒക്കെ ഇനി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഒരുങ്ങാനും അങ്ങനെയുള്ള ടൈമൊക്കെ പോയതുകൊണ്ട് എനിക്ക് വെഡ്ഡിങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടെ ഈ ഒരു രംഗോലി നൈറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെഡ്ഡിങ്ങിൻ്റെ ഫുൾ ബിസി ആയതുകൊണ്ട് അങ്ങനെ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടി. പെണ്ണും ചെറുക്കനും ഒക്കെ തിരിച്ച് വീട്ടിലേക്ക് വന്ന ആ ടൈമിലെ വീഡിയോസൊക്കെ കിട്ടിയുള്ളൂ. അല്ലാണ്ട് കല്യാണത്തിൻ്റെ ആ ടൈമിലുള്ള വീഡിയോസൊന്നും കിട്ടിയില്ല. അപ്പോൾ പെണ്ണ് എറണാകുളത്തു നിന്നാണ്, എറണാകുളം മട്ടാഞ്ചേരിക്കാരിയാണ്. ചെറുക്കൻ നമ്മുടെ ഈരാറ്റുപേട്ടയുടെ അടുത്ത് തലനാട് എന്നൊക്കെ പറയും. നമ്മുടെ ഇല്ലിക്കക്കല്ല് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഇല്ല, വാഗമൺ ആ ഒരു പ്ലേസാണ്, നിയർ ബൈ ഒരു പ്ലേസാണ് തലനാട് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് എന്നാണ് ചെറുക്കൻ. അപ്പം എൻ്റെ ബ്രദറാണ്, എൻ്റെ കസിനാണ് റോഷൻ, പെണ്ണിൻ്റെ പേര് ഷസിയ എന്നാണ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് വീട്ടിലേക്ക് വന്ന് വലതുകാൽ വെച്ച് കയറുന്ന ആ ഒരു ചടങ്ങാണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ചടങ്ങും കാര്യങ്ങളും ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഖുറാൻ കൊടുത്ത് സലാം പറഞ്ഞിട്ട് കയറ്റുന്നേ ഉള്ളൂ. അത് നമ്മൾ ചടങ്ങായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കങ്ങനെ സ്പെഷ്യൽ ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും ഇല്ല പെണ്ണ് വീട്ടിലേക്ക് വരുമ്പോൾ. പിന്നെ നമ്മളൊരു സന്തോഷത്തിനായിട്ട് മധുരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു ഇതാണുള്ളത്. ഞാൻ വിചാരിച്ചത് അറേഞ്ച് മാരേജ് ആണ്.